തന്നെ കഴിഞ്ഞ തവണ സുദേവിന്റെ വീട്ടിലെ ആ രക്ഷാപ്രവർത്തനം ഏറെ നേരം ക്യാമറ പകർത്തിയതാണ്. വളരെ വേദനിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുണ്ടക്കൈയിലെ ഓരോ തെരച്ചിലും വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അതിനിടയിലാണ് 3 മണിയോടുകൂടി ഇങ്ങനെയൊരു സിഗ്നൽ കിട്ടിയത്. അതൊരു ജീവന്റെ തുടിപ്പിന്റെ സിഗ്നലായിരുന്നു മുണ്ടക്കൈയിൽ നിന്ന് കിട്ടിയത്. അതിന്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണം വീണ്ടും ഒരു റഡാർ പരിശോധനയിലേക്ക് പോവുകയും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഒരു സിഗ്നൽ കിട്ടുകയും ചെയ്തു. അത് സൈന്യം കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന, അത് ടെററിസ്റ്റ് ഓപ്പറേഷനുകളിൽ വരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന സംവിധാനമാണ്. ശ്രീ മോഹനൻപിള്ള ഇപ്പോൾ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ ഇതേ സംശയം തന്നെ അവർക്കും അന്നും ഉണ്ടായിരുന്നു ഈ രക്ഷാദൌത്യം തുടങ്ങിയ ദിവസങ്ങളിൽ. പക്ഷേ അന്ന് യന്ത്ര സൗകര്യങ്ങളില്ലായിരുന്നു. അത് ആരെയും കുറ്റം പറയുവാനും പറ്റുകയില്ല. കാരണം അന്ന് പാലം തകർന്നു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ബെയിലി പാലമൊക്കെ വന്നതോടുകൂടി കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവന്നു. പിന്നെ കൂടുതൽ പരിശോധനകൾ നടത്തുവാനുള്ള സൗകര്യം കിട്ടി. അങ്ങനെ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണല്ലോ. മഞ്ജുഷ, തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടത് ബ്രേക്ക് വന്നു എന്നുള്ളത് ഞാൻ അനുമാനിക്കുന്നത്, ഒന്ന് ലൈറ്റ്, ആ സമയത്ത് അവിടെ അഡിക്വേറ്റ് ലൈറ്റിംഗ് ഇല്ലായിരുന്നു. അവർ പിന്നീടാണ് ലൈറ്റ് എത്തും എന്നുള്ള ഒരു വിദഗ്ധമായിട്ടുള്ള ഒപ്പീനിയൻ അവർക്ക് കിട്ടിയത്. രണ്ട്, ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇതൊരു കൾവേർട്ടാണ്. യു ജസ്റ്റ് ചെയ്ത അത് അങ്ങനെ ഒരു സ്ട്രക്ചർ, ഒരു 10-20 മീറ്റർ ഉള്ള ഒരു സ്ട്രക്ചർ അവർ രണ്ട് സൈഡിൽ നിന്ന് നോക്കി. അതിന്റെ സന്നദ്ധ പ്രവർത്തകർ നോക്കി. ആ സന്നദ്ധ പ്രവർത്തകർ വെളിയിൽ വന്നപ്പോൾ അവർ പറയുന്നത് ഇനി ഏതാണ്ട് ഒരു കുറച്ച് ഭാഗം മാത്രമേ മണ്ണ് മാറ്റാനുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ കലിംഗിന്റെ കാര്യം താങ്കൾ പറഞ്ഞപ്പോൾ കലിംഗിന്റെ ആ ഭാഗത്തല്ല ഈ ജീവന്റെ ഒരു തുടിപ്പ് സംശയിക്കുന്നത്. കലിംഗിന്റെ ആ ഭാഗത്തല്ല. അവിടെ ഏതെങ്കിലും ശരീരം ഒഴുകി വന്നിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലുള്ള പരിശോധനയായിരുന്നു. ഇപ്പോഴും ഈ മൂന്നാമതും ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. വീണ്ടും സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന അത് ആ വീടിന്റെ അവിടെയാണ്, വീടിന്റെ ആ അടുക്കളയുടെ ഭാഗത്താണ് പരിശോധന. ആ പഴയ വീട്, അവിടെ ആൾക്കാർ പറയുന്ന അവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അവര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡിറ്റക്ടിംഗ് ഡിവൈസ് അത് സിഗ്നൽ കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ആണല്ലോ. നമ്മൾ കൊണ്ടുവന്ന എന്താണോ സിഗ്നലിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിഗ്നൽ അത് പോസിറ്റീവായിട്ട് കിട്ടുമ്പോൾ അത് എക്സാക്റ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അത് ചെയ്തേ പറ്റുള്ളൂ. അത് കേരളമെന്നല്ല, മാക്സിമം ഇന്ത്യയും ലോകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു സംശയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ അവിടെ സപ്പോസ് ഒരു ലൈഫ് ഉണ്ടെങ്കിൽ ടുമാറോ ദെൻ നമ്മൾ എന്തൊരു ആൻസർ ആയിരിക്കും പറയുക? കാര്യം നൈറ്റിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അഡിക്വേറ്റ് ഫ്ലഡ് ലൈറ്റും കാര്യങ്ങളുമായിട്ട് ആ സെർച്ച് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ സംശയം ദൂരീകരിക്കുക എന്നുള്ളത് വൺ ഓഫ് ദി ബേസിക് ഡ്യൂട്ടിയാണ് സൈന്യത്തിന്റെ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ചെയ്തിരിക്കുകയും കൂടി ചെയ്യണം. പിന്നെ ഇപ്പം ഇതിനകത്ത് നമ്മൾ ബേസിക്കലി പറയുന്നത് ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട് എർത്ത് കോയ്ക്കിൽ. ഞാൻ പല പ്രാവശ്യവും പറയാറുണ്ട്, ഈ ലാൻഡ് സ്ലൈഡിനേക്കാളും ഈ എർത്ത് കോയ്ക്ക് ആകുമ്പോഴും ഇതുപോലെയുള്ള, അതായത് എന്താ പറയുക, ഒരു എയർ പോക്കറ്റ് ഉണ്ടാവാം ആ മണ്ണിനടിയിൽ തന്നെ. പക്ഷെ അതിനകത്തൂടെ നേരിയ രീതിയിൽ ഏതെങ്കിലും ഒരു എയർ സർക്കുലേഷൻ കിട്ടത്തക്ക രീതിയിൽ വെളിയിലേക്കൊരു ഔട്ടിംഗ് കാണാം. ഈ ഔട്ടിംഗ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെ ഏത് രീതിയിലെന്നറിയില്ല. നമുക്ക് ആ ഒരു എക്സാമ്പിൾസ് ഒരുപാട് സ്ഥലത്ത് നിന്നും 5-6 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ലൈഫ് സേവ് ചെയ്തിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ആ ഒരു ചാൻസ് കളയരുത്. ഫോർ എക്സാമ്പിൾ, അത് തന്നെയുമല്ല, അതിനെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള രീതിയിലാണ് മിസ്സിംഗ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇത് അത്രയധികം ആൾക്കാർ മിസ്സിംഗുമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തെരച്ചിൽ നടത്തണം. ഇവിടെ തന്നെ ഉണ്ട് എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ മെത്തേഡ് അതാണ്. ആ രീതിയിൽ അതിനൊരു ഭംഗവുമില്ലാതെ ഒരു വിഘ്നവുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ എന്റെ മഞ്ജുഷ, ഞാൻ പറഞ്ഞു വന്നതിൽ ഒരു കാര്യമുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ എക്യുപ്മെന്റ്സിന്റെ കൂട്ടത്തിൽ ഉള്ള ഒരു സംഭവമാണ് ഈ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ റോബോട്ടിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ സ്ഥലത്തോട്ട് അത് ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഒരു പാമ്പിന്റെ മാതിരിയൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ. അതായത് തുരന്ന് കയറി ക്യാമറ സെൻസർ വെച്ചിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ക്രോളിംഗ് ചെയ്ത്, അതായത് നീങ്ങിപ്പോകുന്ന തരത്തിലുള്ള റോബോട്ടുകളാണ് ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷമുള്ള ഡെവലപ്മെന്റ്സ് ആണത്.
അപ്പം അതിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബോംബെയിൽ നിന്നുള്ള പ്രൈവറ്റ് ഏജൻസിയാണ് ഇപ്പോഴത്തെ ഈ ഡിവൈസ് കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് GPR എന്ന് പറയുന്നത്, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന് പറയുന്നത്. അപ്പം അത് കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ കയ്യിൽ ഇതിലുള്ള ഫർദർ എക്യുപ്മെന്റ്സും കാണും. അപ്പം അതിന്റെയൊക്കെ ഒരു ഉപയോഗം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇഫ് നോട്ട് നൗ, ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഇവിടെ കൊണ്ട് തീർക്കാനുള്ളതല്ല, ഇതൊരു സെറ്റ് ആൻഡ് എക്സാമ്പിൾ ആണ്. ഒരു നമ്മളൊരു മോഡലാവുകയാണ്. ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ പോലും ഇതെല്ലാം ഒരു എക്സാമ്പിൾസ് ആണ്. അപ്പം അതിലുള്ള ഓരോ ഇൻസിഡന്റ് കഴിയുമ്പോഴാണല്ലോ അതിന്റെ കുറ്റങ്ങളും കുറവുകളും കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ പാഠങ്ങൾ പഠിച്ച് അത് റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ മുന്നോട്ട് പോവുക. അപ്പം എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കേപ്പബിലിറ്റി നോക്കിയതിനു ശേഷം അത് ഡിമോളിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും അതിന്റെ വഴി എന്ന് പറയുന്നത്. അത് ഡിമോളിഷ് ചെയ്ത് അതിനകത്ത് സംശയം ദൂരീകരിക്കുക. ലെറ്റ് ഇറ്റ് ബി എ ഫ്രോഗ് ഓർ എ റാറ്റ് ഓർ എനിത്തിങ്, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ബട്ട് നമുക്ക് ഒരു എല്ലാവരുടെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ആ ഒരു സാഹചര്യം അത് തീർക്കുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ശരിയാണ്. മൂന്നാമതും ഞാൻ പറയുന്നത് GPR ഉപയോഗിച്ചില്ല. GPR എന്നാണല്ലോ അതിനെ, അല്ലെ? GPR എന്നാണല്ലോ അതിന്റെ വിളിക്കുന്നത്, അല്ലെ? അതിലെ ഷോർട്ട് ഫോം, അല്ലേ? ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ. ആ സംവിധാനം ഉപയോഗിച്ചുള്ള ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന മൂന്നാമതും ഇപ്പോൾ അവിടെ നടത്തുകയാണ്. ആദ്യത്തെ 2 പരിശോധനയിലും പോസിറ്റീവ് ആയിരുന്നു. ബ്ലൂ സിഗ്നൽ ആണ് കിട്ടിയത്. ബ്ലൂ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ, ശ്വാസം അവിടെ എടുക്കുന്നുണ്ട്. ശ്വസനത്തിന്റെ സിഗ്നലാണ് കിട്ടുന്നത്, മൂവ്മെന്റിന്റെ അല്ല. ശ്വസനത്തിന്റെ സിഗ്നൽ കിട്ടി. അതൊരു ജീവിയാകാം, ശ്വസിക്കുന്ന ഒരു ജീവിയാകാം, പക്ഷെ അത് ഇഴജന്തുക്കളായിരിക്കില്ല എന്ന് ഓഫീസർ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചുകൂടി ശക്തമായ, കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ജീവിയായിരിക്കും എന്നുള്ള കാര്യം, അത് ചിലപ്പോൾ ഒരു നായയായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ ഏതെങ്കിലും മറ്റു വളർത്തുമൃഗങ്ങളാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ സുനിൽകുമാർ, അദ്ദേഹത്തിൻ്റെതാണ് ആ വീട്. അദ്ദേഹം അവിടെ താമസമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളുമായിരുന്നു അവിടെ താമസമുണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ